എന്റെ മോൻ ജയിച്ചിട്ട് നിന്റെ ഫോട്ടോ കയറ്റി വെക്കാം അവിടെ. അളിയ ആരാണ് പ്രചോദനം മോനി? എന്ത് പ്രചോദനം? ഞാനല്ലേ പ്രചോദനം. 8ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റ നീയാണോ എന്റെ മോന് പ്രചോദനം? അളിയ ചെക്കനോട് എപ്പോഴും അളിയൻ പറയില്ലേ, മാമനെ കണ്ടുപിടിക്കരുത്, മാമനെ കണ്ടുപിടിക്കരുത്, മാമനെ കണ്ടുപിടിക്കരുത്. അവൻ മാമനെ കണ്ടുപിടിച്ചില്ല, അവൻ അതുകൊണ്ട് ഫുൾ A+ മേടിച്ചു. അപ്പൊ ഞാനല്ലേ പ്രചോദനം അളിയ? ദൈവമേ, നീ ഇങ്ങനെ ഒരു മാമനെ നിനക്ക് കിട്ടിയല്ലോടാ. നീ അതെ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട. എന്റെ കാശ് ചെലവാക്കിയിട്ട് ഞാൻ പറഞ്ഞാണ് ഈ ഫ്ലെക്സ് അടിക്കാൻ. ഇനി നിന്റെ ഫുൾ കാശ് എടുത്തിട്ട് നീ ഫ്ലെക്സ് അടിച്ചോ. എന്റെ മോന്റെ ഫോട്ടോ ആയിരിക്കണതില് നിന്റെ ഫോട്ടോയിൽ കാണരുത്. ഇത് തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ, അടുത്ത ഫ്ലെക്സ് അടിച്ചോ. അല്ല വേറെ വർത്താനത്തിൽ കണ്ട. അയ്യോ എന്റെ നീ മര്യാദക്ക് എന്റെ കാശ് ഇങ്ങോട്ട് തിരിച്ചോന്നോ? 3 വേറെ സ്റ്റൈലാണ് എന്റെ. ഉണ്ണേ, നീ വെറുതെ കളിക്കാൻ നിൽക്കരുത്. നിനക്ക് ഷെയിൻ ചെയ്യാനുള്ള സമയമല്ലത്. എന്റെ മോൻ ഫുള്ള് മാർക്ക് മേടിച്ച് ജയിച്ചിരിക്കുക. ആൾക്കാർ അവനെ കാണേണ്ടത്. അവനൊരു പ്രശ്നമില്ല അളിയ. അവന് പ്രശ്നമില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? മോനെ കുഴപ്പമില്ല മോനെ. കാശ് പോയി കേട്ടോ. 10,000-15,000 ഉറുപ്പ്യ എണ്ണ അങ്ങോട്ട് കൊടുത്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചങ്ങനെ പണിയുണ്ടോ? കല്യാണത്തിന് ഫോട്ടോ അടിച്ചോലും അല്ലാണ്ട് നാണക്കേടല്ലേ. എങ്ങനെ ഇനിയിപ്പോ ശീതളന്റെ മുന്നിൽ കൂടെ പോവും? 10,000-15,000 രൂപ എണ്ണ അങ്ങോട്ട് കൊടുത്തിട്ട് കാണിച്ചു വെച്ചേക്കണ പണിയാണിത്. ഞാൻ ഉണ്ണി നീ വെറുതെ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. സംഭവം കാണിച്ചാ വാ. ഉണ്ണിക്ക് എന്ത് പറ്റി? ഉണ്ണിക്കൊന്നും പറ്റിയതല്ല, അതാ അവൻ കാണിച്ചു വെച്ചത്. മോനെ കണ്ടോ, മോന് ഫുള്ള് A+. എല്ലാവരും വന്ന് അഭിനന്ദിക്കുക. ഒരുപാട് സ്ഥലത്താ സ്വീകരണം. ഇപ്പൊ എത്ര സ്ഥലത്താ ഞാൻ പോണേ. ഇപ്പൊ ഇവന്റെ സ്വീകരണത്തിന് അടക്കാം ഞാൻ. മോനെന്താ മാർക്ക് തീരെ കുറവാന്ന് കേട്ടു. മാർക്ക് അവൻ ജയിച്ചല്ലോ. എത്ര A+ ഉണ്ട്? 8A+. 8A+ന്റെ കുറവുണ്ട്. 2A+, ബാക്കി B+ ആണ്. 8B+. ഓ, അതിൽ കാര്യമില്ല. ഈ A+ലൊന്നും ഒരു കാര്യമില്ലെന്നേ. അല്ല അങ്ങനല്ല. പിന്നെ മാത്രമല്ല, ഇപ്പൊ പിള്ളേർക്കൊക്കെ വാരി കോരി കൊടുക്കല്ലേ A+, സർക്കാരിന്റെ ഭരണ നേട്ടം കാണിക്കാൻ വേണ്ടി. മോന് കിട്ടിയില്ല അല്ലേ? അതെ, നോക്കണ്ട. അതെ, നമ്മളെ അരക്കൊല്ലം പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടോ അവന്? ഏതാ അരക്കൊല്ലം പരീക്ഷയ്ക്ക് നല്ല മാർക്കായിരുന്നു. ഇപ്പൊ വേറെ പ്രശ്നം പറ്റിപ്പോയി. ഈ പരീക്ഷയ്ക്ക് ടൈം ടേബിൾ ചതിച്ചാണ്. അവൻ സയൻസ് പഠിച്ചുകൊണ്ട് പോയതിന്റെ അന്ന് കണക്കായിരുന്നു, കണക്ക് പഠിച്ചുകൊണ്ട് പോയതിന്റെ അന്ന് മലയാളമായിരുന്നു, മലയാളം പഠിച്ചുകൊണ്ട് പോയതിന്റെ അന്ന് സോഷ്യലായിരുന്നു. കോമൺ സെൻസ് ഇല്ല അവന് തീരെ അല്ലേ? അതായത് ടൈം ടേബിളിന്റെ ഇതും കൂടി നോക്കാൻ അറിയാം. ഇതൊന്നും അല്ലല്ലോ നമ്മള് പഠിച്ചപ്പോലെ മാർക്ക്, അന്നത്തെ മാർക്കല്ലേ മാർക്ക്. ഇപ്പൊ ചുമ്മാ പ്രഹസനമാണ്.